വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഞാനൊരു മൂവി റിവ്യൂവർ ഒന്നുമല്ല. ഐ ജസ്റ്റ് സജസ്റ്റ് മൂവീസ് അല്ലത്. ഈ പടം കണ്ടാൽ നല്ലതായിരിക്കും, എൻ്റെ സജഷൻസ് ആണ് ഞാൻ പറയുന്നത്. പല സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കുമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സംസാരിച്ചിരിക്കുന്നത്. പല നല്ല സിനിമകളല്ല, പല മോശം സിനിമകൾ എനിക്ക് മോശം എന്ന് പറഞ്ഞാൽ പലർക്കും വർക്കാകാത്ത സിനിമകൾ എനിക്ക് വർക്കായത് എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും എന്നുള്ള പോലെയാണ്. അതുപോലെ തന്നെ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കണ്ടാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ കറുപ്പ് എന്നുള്ള സിനിമ, അല്ലെങ്കിൽ അങ്ങനത്തെ മാസ് പടങ്ങളൊക്കെ നമുക്ക് തിയേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഒരു ലോകത്തിനകത്ത് അത്രയും ആൾക്കാരുടെ കൂടെ അവരുടെ അതേ വൈബിലിരുന്ന് അത്രയും ബഹളത്തിനിരുന്നത് കയ്യടിയും വിസിലടിയും ഡാൻസും കൂത്തും പാട്ടും ഒക്കെ ആയിട്ട് ആ ഒരു വൈബിലിരുന്ന് കാണുമ്പോഴാണ് ആ പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. അത് ഒരു പക്ഷേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ OTT വന്ന് ചെറിയ സ്ക്രീനിൽ TV സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ പലരും ടിവിയും പോയിട്ട് ഫോണിൽ സിനിമ കാണുന്ന ആൾക്കാരും ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വിചാരിക്കുന്ന പോലത്തെ ആ പടം തന്നെ നമ്മൾ വീണ്ടും വന്ന് വീട്ടിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാകത്തില്ല. ശരി, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നു, ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു പടത്തിനെ കുറിച്ച് ഒത്തിരി ക്രിറ്റിസിസം, ആ പടം OTT ഇറങ്ങിയതിന് ശേഷം ഒത്തിരി ക്രിറ്റിസിസം കേൾക്കുന്നുണ്ട്. പടത്തിൻ്റെ പേര് അതിരടി എന്നാണ്. 2026 ഇറങ്ങി, ഇപ്പം സോണി ലിവിൽ OTT റിലീസായ അതിരടി എന്ന് പറഞ്ഞ പടമാണ്. ബേസിൽ ജോസഫ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാനറിൻ്റെ പേരിൽ പുള്ളി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ്. അരുൺ അനിരുദ്ധ് എന്ന് പറഞ്ഞ പുള്ളിയുടെ തന്നെ റൈറ്റർ, മിന്നൽ മുരളിയുടെ റൈറ്ററാണ് അരുൺ അനിരുദ്ധാണ് ഈ പടത്തിൻ്റെ ഡെബ്യൂട്ടൻ ഡയറക്ടർ. മ്യൂസിക് വിഷ്ണു വിനയ്. സിനിമാറ്റോഗ്രഫി അഗെയിൻ ഡെബ്യൂട്ടൻ ഗൈയാണ്, സാമുവൽ ഹെൻറി എന്ന് പറയുന്ന ഒരാളാണ്. എഡിറ്റർ ഇസ് ചമൻ ചാക്കോ, ആസ് യു നോ. പിന്നെ ഇതിനകത്ത് രണ്ട് മെയിൻ സുപ്പീരിയർ ക്യാരക്ടർ ചെയ്യുന്നത് മെയിൽ ഈഗോ ഒക്കെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മെയിൽ ഈഗോ ഒക്കെ കാണിക്കുന്ന പരിപാടിയാണ്. ടൊവിനോ, സാംകുട്ടി എന്ന് പറഞ്ഞ റോൾ ചെയ്യുന്ന ബേസിൽ ജോസഫ് തമ്മിലുള്ള ഒരു പരിപാടിയാണ്. വിഷ്ണു ഉണ്ട്, ഒത്തിരി പേരുണ്ട് അതിനകത്ത്. ഷാൻ റഹ്മാനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്. പടം കണ്ടുള്ള വല്ല സസ്പെൻസും കാര്യങ്ങളൊന്നും അല്ല, പടം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ എന്തായാലും ട്രിവാൻഡ്രത്ത് നിന്നും അല്ലാതെ ആയിരുന്നിട്ട് പോലും വളരെ നന്നായിട്ട് ടൊവിനോ ആ ഒരു സ്ലാങ്ങും ആ ഒരു ഡയലക്റ്റും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പ്ലസ് നല്ല മാസമായിരുന്നു, എനിക്ക് നന്നായിട്ട് വർക്ക്. കഴിഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്നാണ് പടം കണ്ട്, തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാണ് കണ്ടത്. ഞാൻ നന്നായിട്ട് എൻ്റർടൈൻ ആയി, നന്നായിട്ട് ചിരിക്കുകയും എനിക്ക് നന്നായിട്ട് എൻ്റർടൈൻ ആകാനൊക്കെ പറ്റി ആ പടത്തിൽ. ഒരു പക്ഷേ 320 കോടി റെക്കോർഡ് അടിച്ച ഒരു സീരിയൽ സിനിമ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം നേരെ ഞാൻ കണ്ടത് അതിരടിയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. സോ ഞാൻ പറഞ്ഞു അത് എനിവേ, നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും പടത്തിൻ്റെ ആ ഒരു നമുക്ക് മൊത്തത്തിലുള്ള ഒരു ഫീല് കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിരടി എനിക്ക് നന്നായിട്ട് വർക്കായ ഒരു പടമാണ്. സോ കംപ്ലീറ്റ്ലി എൻ്റർടൈനറാണ്. വേറെ കാര്യങ്ങളും നന്നായിട്ട് ചിരിച്ചു, വേറെ ടെൻഷനൊന്നും അടിക്കാനുള്ള കാര്യം നന്നായിട്ട് ചിരിക്കുകയും ചെയ്തു. സോ I give 4 out of 5 for the entertainment factor for അതിരടി. And if you have seen the movie, and in the comment section, like, thank you so much.